ഒരു വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തകർക്ക് നേരെയും ഈ ഗവൺമെൻറ് കേസെടുക്കില്ല. ഒരു മാധ്യമപ്രവർത്തകർക്ക് നേരെയും അനാവശ്യമായ ഒരു കേസും രജിസ്റ്റർ ചെയ്യുകയില്ല. പക്ഷെ മാധ്യമപ്രവർത്തകരായിരിക്കണം. ഗവൺമെൻറ് ലഭിച്ചിട്ടുള്ള വളരെ വിശദമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായ ധാരണയുണ്ടെങ്കിലേ ഗവൺമെൻറ് എന്തും നടപടി സ്വീകരിക്കൂ. പ്രത്യേകിച്ച് മാധ്യമക്കാരൊക്കെ ആകുമ്പോൾ വളരെ നല്ലതുപോലെ ശ്രദ്ധിച്ച് ഒരു പെശകും പറ്റാതിരിക്കാൻ വളരെ ജാഗ്രത കാണിക്കാറുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ജാഗ്രത കാണിക്കുന്നുണ്ട്. എനിക്കെതിരായിട്ട് ഒരു വ്യാജ വാർത്ത തൃശ്ശൂരിൽ ഉണ്ടാക്കിയില്ലേ? ഞാനത് പോലീസ് പരാതി കൊടുത്ത് അന്വേഷണം നടത്തി മുഴുവൻ കാര്യങ്ങൾ പുറത്തു വരാൻ പോവാം. ഞാൻ പ്രസ് കൗൺസിലിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പ്രസ് കൗൺസിൽ കൊടുത്ത പരാതി വളരെ ഗൗരവമുള്ളതാണ്. എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് പത്രപ്രവർത്തകരും ഒരു ജയിലിൽ നിന്ന് ഇറങ്ങി വന്നൊരു കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട് ജയിലിൽ കിടന്നിട്ട് പുറത്തു വന്ന ഒരാളെയും മാധ്യമപ്രവർത്തകരായ ഒരാൾക്ക് പൈസ കൊടുത്തും കൊണ്ടുവന്നിട്ട് ഒരു നാടകമുണ്ടാക്കി ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചില്ലേ? ഞാനത് പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് അപ്പോൾ DGP വിളിച്ചു, പരാതി കൊടുത്തു, അവരിടപെട്ടു. ആ പത്രത്തിൻ്റെ പ്രധാനികളോട് ഞാൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് എവിടുന്നായി വാർത്ത കിട്ടിയത്? അവർ പ്രാഥമിക അന്വേഷണത്തിൽ അത് മാനിക്കുലേറ്റ് ചെയ്തതാണ്, കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്ന് അവർക്ക് ബോധ്യമായി. ഇങ്ങനെ മാധ്യമപ്രവർത്തനം നടത്താമോ? നിങ്ങൾ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതാണോ ചെയ്യേണ്ടത്? ഇത് എനിക്ക് നേരിട്ട് അനുഭവമുള്ള, ഞാനൊരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കാണുന്നത്. അവരോട് തന്നെ പറയുന്നത്, ഈ ജയിലിൽ നിന്ന് വന്ന് ഇറങ്ങിയവൻ പറയുന്നത്, നിങ്ങൾ എൻ്റെ പിന്നിൽ നിന്നേ ഫോട്ടോ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ മാധ്യമക്കാരൻ പറയുന്നത്, ഞാൻ ഇന്നത് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഇന്നത് പറയണം. ഇങ്ങനെയൊക്കെ ചെയ്യാവൂ? ഇവിടെ വ്യക്തമായ 100% അല്ല 101% വ്യക്തതയുണ്ടെങ്കിൽ മാത്രമേ മാധ്യമപ്രവർത്തകർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പോലീസ് നടപടി എടുക്കൂ. നിങ്ങൾക്കത് വിശ്വസിക്കാം. ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ സത്യം മറച്ചു വെക്കേണ്ട ഒരു കാര്യവുമില്ല. ഫോൺ ചെയ്തത് മാത്രമാണ് നിങ്ങൾ ധരിക്കേണ്ട. പോലീസിന്റെ കൈവശം എല്ലാ വ്യക്തമായ തെളിവുകൾ ഉണ്ടാവും. അത്ര എനിക്ക് പറയാൻ പറ്റും. വ്യക്തമായ തെളിവുകൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ തെറ്റായ വാർത്തകൾ തെറ്റായ നിലയിൽ ആരെങ്കിലും പേരെ നടപടി സ്വീകരിച്ചാൽ ശക്തമായ നടപടി സ്വീകരിക്കും. ഇവിടെ പോലീസ് സ്വീകരിച്ചില്ലേ? DGPയുടെ വീട്ടിൻ്റെ വസതിയുടെ ഗേറ്റ് തുറന്നു കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് ആ കൂട്ടത്തിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ BJPക്കാർ സ്ത്രീകളും കയറി. ഔദ്യോഗിക വസതിയില്ലല്ലേ? മാധ്യമപ്രവർത്തകർ പോയി സമ്മർദ്ദം ചെലുത്തി. മാധ്യമപ്രവർത്തകരായതുകൊണ്ട് പോലീസുകാർ ഗേറ്റ് തുറന്നു കൊടുത്തു. ആ കൂട്ടത്തിൽ മറ്റവർ ചാടിക്കയറി. ഇതല്ലേ ഉണ്ടായത്? അത് നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ. ഏതായാലും അവർ കയറിയില്ലേ? നിങ്ങൾക്കുള്ള പ്രത്യേക സ്വാതന്ത്ര്യം ഒരിക്കലും നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല. വസ്തുത ഇതാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് തൽക്കാലത്തേക്ക് മാറി നിൽക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ വസ്തുനിഷ്ഠമായിട്ടേ പറയും, സത്യസന്ധമായിട്ടേ പറയും. ഞങ്ങൾ തെറ്റ് പറ്റിയാൽ ഞങ്ങൾ തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് പറയും. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. കോടതി തള്ളിക്കളഞ്ഞു എന്നുള്ളത് ഏതാ കേസ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതാ അല്ല, ഏതാണ്ട് എനിക്ക് ആ കേസ് ഞാൻ പഠിച്ചിട്ട് എനിക്ക് പറയാം. ഞാൻ പറഞ്ഞു ഇവിടെ ഞാൻ നോക്കി അന്വേഷിച്ചിട്ട് എന്താ കാര്യം എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞു തരാം. അതെന്താണ് ഞാൻ നോക്കിയിട്ട് പറയാം. എനിക്ക് അതിൻ്റെ കോടതിയുടെ നിരീക്ഷണം എന്താണ്, എന്താ കേസ്, ആരാ പരാതിക്കാരൻ എന്താണെന്നുള്ളത് നോക്കിയിട്ട് പറയാം. അത് ഈ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് തികച്ചും തെറ്റായിട്ടുള്ളതാണ്. നിങ്ങൾ നോക്ക്, ആം ആദ്മി പാർട്ടി BJPക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയല്ല. ആ പാർട്ടിയുടെ ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും ED കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു.
ആ നടപടിയെ ന്യായീകരിച്ചും പിന്തുണ പ്രഖ്യാപിച്ചും പ്രസ്താവന ഇറക്കി അതിനോടൊപ്പം നിന്ന പാർട്ടിയാണ് ഡൽഹിയിലെ കോൺഗ്രസ് കമ്മിറ്റി, അതിൻ്റെ പ്രസിഡന്റ്. ഡൽഹിയിലെ നിയമനങ്ങൾക്കും ട്രാൻസ്ഫറിനും സർക്കാർ ജീവനക്കാരുടെ അധികാരം സംസ്ഥാന ഗവൺമെൻറ്റിനായിരുന്നു. ആ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ട്രാൻസ്ഫറൊക്കെ നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് അത് കോടതിയിൽ ചോദ്യം ചെയ്തു, സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു ആം ആദ്മി ഗവൺമെൻറ്. സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിനെ പൂർണ്ണമായും നിരാകരിച്ചു, അത് തെറ്റാണെന്ന് പറഞ്ഞു. സംസ്ഥാനത്തിനാണ് അധികാരമെന്ന് പറഞ്ഞു. ആ അധികാരത്തെ മറികടക്കാൻ ഒരു നിയമനിർമ്മാണം നടത്തി BJP പാർലമെന്റ് നിയമം പാസാക്കി. ഡൽഹിയിലെ സർക്കാർ ജീവനക്കാരുടെ പോസ്റ്റിംഗ് ട്രാൻസ്ഫർ അധികാരം കേന്ദ്രത്തിൽ നിക്ഷിപ്തമായിക്കൊണ്ടുള്ള നിയമം പാസാക്കി. അതിനെ പിന്തുണച്ച പാർട്ടിയാണ് കോൺഗ്രസ്. നിങ്ങളവരെ എന്ത് നിലപാടാണ് എടുക്കുന്നത്? ഇവിടെ അവരുടെ മുഖ്യ ശത്രുവാരാ? BJP അല്ലല്ലോ, ഇടതുപക്ഷമല്ലേ. BJPയുമായി യോജിച്ചുകൊണ്ടാണല്ലോ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിന് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തെ ശരിയായ നിലയിൽ നിരീക്ഷിച്ചുകൊണ്ട് പോകാൻ സാധിക്കുമോ? അവർ അപകടത്തിൽ നിന്ന് അപകടത്തിലേക്ക് പോവുകയാണ്. ഈ നിലപാടാണ് നിങ്ങൾ ഇന്ത്യയിലും 5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നില്ലേ? എല്ലാ സ്ഥലത്തും ജയിക്കുമെന്നാണ് അതിൻ്റെ തലേ ദിവസം വരെ വോട്ട് പോളിംഗ് കഴിഞ്ഞതിന് ശേഷം വരെ കോൺഗ്രസിൻ്റെ നേതാക്കൾ പറഞ്ഞത്. എന്തായിരുന്നു സ്ഥിതി? ദയനീയമായി തോറ്റില്ലേ? എന്തുകൊണ്ടാണ് തോറ്റത്? കോൺഗ്രസിൻ്റെ തെറ്റായ കണക്കുകൂട്ടലും തെറ്റായ നിഗമനങ്ങളും മറ്റ് പാർട്ടികളെയെല്ലാം ഒഴിവാക്കി ഞങ്ങൾക്ക് വലിയ പിന്തുണയുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയതിൽ ദുരന്തമല്ല അനുഭവിച്ചത്. തെലങ്കാനയിൽ ജയിച്ചത് BJPയെ തോൽപ്പിച്ചിട്ടല്ല, അവിടെ TRSനെയാണ് തോൽപ്പിച്ചത്. TRS 10 കൊല്ലമായി ഭരിക്കുന്നു. ആ ഭരണത്തിനെതിരായിട്ടുള്ള വികാരം അവിടെ ഉണ്ടായത്. കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള തരംഗമൊന്നുമല്ല. കർണാടകത്തിൽ ഉണ്ടായിരുന്നത് BJP വിരുദ്ധ തരംഗമാണ്. അത് ഞങ്ങളുടെ പിന്തുണയാണ് ധരിച്ച് തെറ്റായിട്ടുള്ള നിലപാടുകൾ ദേശീയ രാഷ്ട്രീയത്തിൽ സ്വീകരിച്ചു വരികയാണ്. അത് കോൺഗ്രസിൻ്റെ തകർച്ചക്കും കോൺഗ്രസിൻ്റെ നയത്തിൻ്റെ തകർച്ചക്കും ഇടയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആയിക്കോട്ടെ, അവർക്ക് സമരം ചെയ്യാനുള്ള അധികാരമുണ്ട്. സമരം ചെയ്തോട്ടെ. പക്ഷെ മറ്റൊരുത്തൻ്റെ ശരീരത്തിൽ കൈവെക്കാനുള്ള അധികാരം അവർക്കില്ല. പോലീസിനെ ആക്രമിക്കാനുള്ള അധികാരം അവർക്കില്ല. മുളക് പൊടി മുട്ടയുടെ ഈ തോടില്ലേ, അതിനകത്ത് സംഭരിച്ചു വെച്ച് ഒട്ടിച്ചെടുത്ത് ഈ മുളക് പൊടി പോലീസിന് നേരെ എറിയാനും അവർക്ക് അവകാശമില്ല. അതവർ ആദ്യം മനസ്സിലാക്കണം. ഇതെല്ലാം അവരുടെ പിന്തുണയോട് കൂടിയിട്ടല്ലേ നടക്കുന്നത്. ഇതാണോ രാഷ്ട്രീയ നേതൃത്വം ചെയ്യേണ്ടത്? അതാണ് ചോദിച്ചത്, എന്താ അവരുടെ ഡിമാൻഡ്? ഈ കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തുള്ള പ്രയാസം, ആ പ്രയാസം പരിഹരിക്കാൻ കേരള ഗവൺമെൻറ് കഴിയാവുന്നതെല്ലാം ചെയ്യുന്നു. കേന്ദ്രത്തിന് മുമ്പിൽ നിവേദനം കൊടുക്കുന്നു. ഞങ്ങൾക്ക് അർഹതപ്പെട്ട സാമ്പത്തികമായ അവകാശം ഞങ്ങൾക്ക് പുനഃസ്ഥാപിച്ചു തരണമെന്ന് ആവശ്യപ്പെടുന്ന നിലപാടെല്ലാം സ്വീകരിക്കുന്നു. മുഖ്യമന്ത്രി പാർലമെൻറ്റ് ചേരുന്നതിന് മുൻപ് ഇവിടെ MP-മാരുടെ യോഗം വിളിക്കും. ആ യോഗത്തിൽ വെച്ച് ഡൽഹിയിൽ നിങ്ങളെല്ലാവരും കൂടി യോജിച്ച് കേരളത്തിന് വേണ്ടി, കേരളത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തണം, നിവേദനം കൊടുക്കണം, പാർലമെൻറ്റിൽ ആവശ്യപ്പെടണമെന്നൊക്കെ ഇവിടെ വിശദീകരിച്ചു, തീരുമാനിച്ചു, പിരിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള UDF ഒഴികെയുള്ള ഒരു പ്രമേയം തയ്യാറാക്കി UDFകാരെ സമീപിച്ചു. ഒരാളും ആ പ്രമേയത്തോടൊപ്പം നിവേദനം കൊടുക്കാനുള്ള സംഘത്തിൽ പോകാൻ അതിലൊപ്പിടാനോ തയ്യാറായില്ല. ഇടതുപക്ഷ മുന്നണിയുടെ അംഗങ്ങൾ മാത്രമാണ് ഒപ്പിട്ട് നിവേദനം കൊടുത്തത്. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന അവഗണന, ആ അവഗണനയ്ക്കെതിരായിട്ട് ഒരു മെമ്മോറാണ്ടത്തിൽ ഒപ്പിട്ടാൽ എന്താ തെറ്റ്? ഇവിടുത്തെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പണം
ഇവിടെ നമുക്ക് പണം കിട്ടിയാൽ എത്ര ഗുണമാണ്, നമുക്ക് ഇനിയും എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പം അതിനു വേണ്ടിയല്ലേ അവിടെ വാദിക്കേണ്ടത്? അതിന് നിവേദനം കൊടുക്കുന്നതിന് പോലും കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ പോയ UDF-ന്റെ MP-മാർ സന്നദ്ധരല്ല. അവർ ചെയ്യുന്നത് പാർലമെന്റിൽ കേരളത്തിനെതിരായിട്ട് പ്രസംഗിക്കുകയാണ്. ഇതാണ് അവരുടെ സ്ഥിതി.